അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണല്ലേ ടീച്ചർ ജി. ടിയുടെ മഞ്ഞ് എന്ന് പറയുന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ വിമലയോട് സർദാർജി ചോദിക്കുന്നൊരു ചോദ്യമാണത്. മരണം അങ്ങനെയാണ്. അത് സന്ദർഭമോ സാഹചര്യമോ ഒന്നും നോക്കിയല്ല കടന്നു വരിക. സമയമാകുമ്പോൾ മരണം വരുമെന്നുള്ളതാണ്. അത് ഏത് വഴിയിലൂടെ വരും, എങ്ങനെ വരും എന്നൊന്നും ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. ഒരുപക്ഷെ നമ്മളൊന്ന് ജീവിതത്തിൽ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കും മരണം കടന്നു വരിക. ജീവിതത്തിൽ കുറേ കാലമായി നമ്മൾ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടുകൂടെ കാത്തിരിക്കുന്ന ഒരു നല്ലൊരു സമയം, ആ ഒരു നല്ലൊരു സമയത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു നിമിഷത്തിലായിരിക്കും ഒരുപക്ഷെ മരണം നമ്മെ പിടികൂടുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ മരണവാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. 44 വയസ്സുള്ള സൈനബ എന്നു പേരുള്ള ഒരു സഹോദരി, മലപ്പുറം ജില്ലയിലെ താഞ്ഞാളൂർ ഭാഗത്തുള്ള സഹോദരിയാണ്. ആ സഹോദരിയുടെ മകൾ ഖൈറുന്നീസയുടെ വിവാഹത്തിന്റെ തലേ ദിവസമാണ് ആ ഉമ്മയായ സൈനബ എന്നു പേരുള്ള 44 വയസ്സുകാരി മരണപ്പെടുന്നത്. തൻ്റെ ഏക മകളാണ്. ഏക മകളുടെ ആ ഒരു വിവാഹത്തിന്റെ തലേ ദിവസം വളരെയേറെ സന്തോഷത്തോടുകൂടി അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടിൽ വന്നിട്ടുള്ള അതിഥികളോടൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചായക്ക് കടിയായി കഴിച്ചിരുന്ന കപ്പ് കേക്ക്, ആ കേക്ക് തൊണ്ടയിൽ കുടുങ്ങിയാണ് ആ സഹോദരിക്ക് മരണം സംഭവിക്കുന്നത്. തൊണ്ടയിൽ കുടുങ്ങി വളരെ ബുദ്ധിമുട്ടായി അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ കോട്ടക്കലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. പക്ഷേ ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ സഹോദരി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി യാത്രയായി. അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. അവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. അവരുടെ ദോഷങ്ങൾക്ക് അള്ളാഹു പുറത്തു നൽകട്ടെ. എത്രത്തോളം വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. തൻ്റെ ഏക മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസമാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നതും ആ സഹോദരി ഈ ലോകത്തോട് യാത്രയാവുകയും ഒക്കെ ചെയ്യുന്നത്. ആ മകളുടെ വിവാഹം വളരെ ലളിതമായി വെള്ളിയാഴ്ച തന്നെ ഒരു നിക്കാഹൊക്കെ കഴിച്ച ഒരു ചടങ്ങൊക്കെ നടത്തി എന്നൊക്കെ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതായാലും ആ മകൾക്ക് സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം അള്ളാഹു നൽകട്ടെ. ആ ഉമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. മരണം പലപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഒരു സുഹൃത്ത്, ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പാണ്. വളരെ ചെറുപ്പക്കാരനാണ്, നല്ല പ്രായം, ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അത്യാവശ്യം സമ്പത്തൊക്കെ സമ്പാദിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഉമ്മയും ഒരു സഹോദരിയും ഈ ഒരു ചെറുപ്പക്കാരൻ മാത്രമേ ഉള്ളൂ. ഉപ്പ ചെറുപ്പത്ത് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഇവരെ ഉപേക്ഷിക്കുകയോ എന്തോ ചെയ്തതാണ്. അതിനുശേഷം തൻ്റെ ഉമ്മയെയും സഹോദരിയെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്നായി അധ്വാനിച്ചു. തൻ്റെ സഹോദരിയെ നല്ല നിലക്ക് വിവാഹം ചെയ്ത് അയച്ചു. അതിനുശേഷം ഇദ്ദേഹവും ഒരു വിവാഹം കഴിച്ചു. അതിനുശേഷം തൻ്റെ ഒരു ആഗ്രഹം പോലെ നല്ലൊരു സ്ഥലം വാങ്ങി നല്ലൊരു വീടൊക്കെ നിർമ്മിച്ച് ആ വീടിൻ്റെ പാലുകാച്ചലിൻ്റെ അന്ന് രാത്രി, ആ വീടിൻ്റെ പാർക്കലിൻ്റെ അന്ന് രാത്രി, തലേന്ന് രാത്രി പള്ളിയിൽ ഉസ്താദുമാരോടൊക്കെ വന്നിട്ട് എല്ലാവരും നേരത്തെ തന്നെ സുബഹിക്ക് മുമ്പ് തന്നെ വീട്ടിലേക്ക് എത്തണം. സുബഹിക്ക് വീട്ടിലെത്തി അവിടെ നിന്ന് ബാങ്ക് വിളിച്ച് സുബഹി നിസ്കാരം വീട്ടിൽ വെച്ചാകാം, അതിനുശേഷം മൗലിദൊക്കെ പാരായണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തലേന്ന് രാത്രി പള്ളിയിൽ വന്ന് യാത്ര പറഞ്ഞു പോയ സുഹൃത്താണ്. പിറ്റേ ദിവസം അദ്ദേഹം സുബഹിക്ക് തൊട്ട് മുമ്പ് അദ്ദേഹം പള്ളിയിലേക്ക് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം സുബഹിന്റെ തൊട്ട് മുമ്പ് പള്ളിയിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നില്ല. പിന്നീട് അവിടെ ചെന്നപ്പോൾ അറിയുന്നത് ആ ഒരു സുഹൃത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് എന്നാണ്. സുബഹിന്റെ സമയമായിട്ട്, സുബഹിന്റെ അല്പം മുമ്പ് ഉസ്താദ്മാരെ വിളിക്കാൻ പോകണ്ടേ എന്ന് അന്വേഷിക്കാൻ, ഉസ്താദ്മാരെ വിളിക്കാൻ പോകാൻ ഇദ്ദേഹത്തെ ഉമ്മ തട്ടി ഉണർത്തുന്ന സമയത്ത് ഇദ്ദേഹം എണിക്കുന്നില്ല. ആ സമയത്താണ് മകനെന്തോ പറ്റിയെന്ന ഉമ്മ മനസ്സിലാകുന്നതും പെട്ടെന്ന് കരയുന്നതും. പെട്ടെന്ന് അവിടെ ബന്ധുക്കളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ചേർന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. അറ്റാക്കായിരുന്നു. അള്ളാഹു ആ ഒരു സുഹൃത്തിനും മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. പലപ്പോഴും മരണം അങ്ങനെയൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിന്റെ, ആ ഒരു അവസരത്തിന്റെ തൊട്ട് മുമ്പിൽ, വിവാഹത്തിന്റെ തലേന്ന് അല്ലെങ്കിൽ വിവാഹത്തിന്റെ തൊട്ട് മുമ്പ് മണവാട്ടി മരിച്ചത്, അല്ലെങ്കിൽ വരം മരിച്ചത്, അല്ലെങ്കിൽ വധുവിന്റെ ഉപ്പ മരിച്ചത്, ഉമ്മ മരിച്ചത്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ. ഒരുപാട് കാലം പ്രവാസിയായി നാട്ടിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പ് മരണപ്പെട്ട എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല. പലപ്പോഴും മരണം അങ്ങനെയാണ്, രംഗബോധമില്ലാത്തൊരു കോമാളി. ഏതായാലും മരണം നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരണപ്പെടേണ്ടവരാണ്. എപ്പോഴും ആ ഒരു ബോധത്തോടു കൂടെ തന്നെ നമ്മളൊക്കെ ജീവിക്കുക. അള്ളാഹു നമുക്ക് ആ ഒരു ബോധത്തോടു കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മരണം എപ്പോഴായാലും പൂർണ്ണ ഈമാനോടുകൂടെ, ആരെയും വെറുപ്പിക്കാതെ, ആർക്കും ശല്യമാവാതെ, ഒരു ബാധ്യതയും അവശേഷിപ്പിക്കാതെ
സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മരണപ്പെടാൻ, ഈമാനോടുകൂടെ മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ. അള്ളാഹു ഞാൻ പറഞ്ഞ സുഹൃത്തിനും അതുപോലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഈ സഹോദരിക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉപ്പയെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഹജ്ജിന് പോകാനെല്ലാം തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ നാട്ടുകാരനായ ഒരാളുടെ കരങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ഉപ്പയെക്കുറിച്ച് അള്ളാഹു അങ്ങനെ ഒരുപാട് പേര് അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് റഹ്മത്ത് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു സ്വർഗ്ഗം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.